അപ്പോൾ നമ്മുടെ ഫിലിപ്പിൻ്റെ ഭാര്യയുടെ ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അവരെങ്ങനെയായാലും എനിക്കൊരു കുഴപ്പവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഡിവോഴ്സായ ഒരു സ്ത്രീ ആ ഭർത്താവിനോട് പറയാതെ, അതായത് 4-5 പശുക്കളുണ്ട്, ആ പശുക്കളെ നോക്കിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അതുമാത്രവുമല്ല, ഇപ്പോഴത്തേത് സ്നേഹനിധിയായ ഒരു മനുഷ്യനാണ്, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അയാൾ വൈകുന്നേരം ഈ സ്ത്രീയെയും കൂട്ടിയിട്ട് പുറത്തു പോയിട്ട് നല്ല ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, അതായത് അവരിവിടെ ജീവിച്ചത് എങ്ങനെയാണ് അതുപോലെ അല്ലെങ്കിലും അതുപോലെ ആക്കാനൊക്കെ അയാൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. അയാളുടെ ചില വാക്കുകൾ കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം തോന്നും. അമ്മാതിരി വാക്കുകളാണ്. അതായത് ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് ഫിലിപ്പ് എന്ന് പറയുന്ന ഈ ഒരു എന്നിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു നല്ല മനുഷ്യൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് അയാളെ കളഞ്ഞേച്ച്. അയാൾക്കറിയില്ലായിരുന്നു, ഇയാൾക്കറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മനുഷ്യന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ വരുന്നോന്നും അറിയില്ല. പക്ഷേ വന്നു കഴിഞ്ഞ് ഇതുപോലെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്നതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത്, അയാൾക്ക് മനസ്സിലായത് ഇവിടത്തേക്കാണ് വന്നതെന്ന്. പക്ഷെ അത് വളരെ മോശമായി പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് 2000 കാലഘട്ടത്തിൽ ഇവർ ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിലിപ്പാണെങ്കിൽ 5 പൈസ കൊടുക്കൂല, ഈ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഡിവോഴ്സ് വേണം, അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡിവോഴ്സ് വാങ്ങിയത്. ഡിവോഴ്സ് വാങ്ങിയതിന് ശേഷം താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലം പോലും ഇല്ലാത്തപ്പോൾ ഇദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്, ആ ഒരു പാവ മനുഷ്യൻ. പക്ഷെ അങ്ങേരെന്താ ഫിലിപ്പിനെ പോലെ പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ വർത്താനം പറയാൻ അറിയുന്നവനോ അല്ലെങ്കിൽ 4 ആൾക്കാരെ പറ്റിക്കാൻ അറിയുന്നവനോ ഒന്നുമല്ല. ഒരു തങ്കപ്പെട്ട ഒരു മനുഷ്യൻ. പക്ഷേ അയാളെടുത്ത് പോയപ്പോൾ ചിലപ്പോൾ ഈ ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവും, കാരണം ഇവിടെ വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്നും പശുവിനെയും വളർത്തണം, ഈ ചാണകത്തിൻ്റെ ഇടയിൽ കിടന്നിട്ട് എനിക്ക് വയ്യ എന്ന് തോന്നിയിട്ടുണ്ടാകും. ആ മനുഷ്യൻ്റെ കാര്യങ്ങളിലേ ആ മനുഷ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ വന്നു എന്ന് കരുതിയിട്ട് ഇവർക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അങ്ങനെ പേരൊക്കെ മാറ്റിയിട്ട് ചേച്ചി ഏതായാലും ഒരു 3-4 വർഷമായിട്ട് ഇപ്പോൾ അവിടെയാണ്. അവിടെ നിന്നാണ് ഇപ്പോഴും ഫിലിപ്പച്ചായൻ ജയിലിലാണെന്ന് അറിഞ്ഞപ്പോഴും ഓടി വന്നത്. എന്താണെന്നറിയാം, ഫിലിപ്പച്ചായൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ടല്ല ജയിലിലായത്, അതുപോലെ തന്നെ ഫിലിപ്പച്ചായൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ടല്ല ജയിലിലായത്. എങ്ങനെയാണ് ജയിലിലായതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഫിലിപ്പച്ചായൻ ജയിലിലായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് എനിക്കിപ്പോഴും എന്നോട് വരെ പുച്ഛം തോന്നാറുണ്ട് ചില സമയത്ത്. കാരണം ഇതൊന്നും അറിയാത്തടോ നമ്മൾ വരെ സപ്പോർട്ട് ചെയ്തില്ലേ. അതായത് നമ്മൾ വരെ ഈ മനുഷ്യനെ ചതിച്ചതാണ്, ലഹരി മാഫിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞു. എൻ്റെ ഭഗവാനെ, ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കില്ലേ എന്നെ തന്നെ എന്ന് എന്നെ തന്നെ എനിക്ക് ഇടിക്കാൻ തോന്നാറുണ്ട്. കാരണം അമ്മാതിരി തോന്നിവാസല്ലേ നമ്മളടക്കം പറഞ്ഞത് ആണ്. ഇത് അറിയുന്നില്ലല്ലോ നമ്മൾ വിചാരിക്കുന്നുണ്ടാ ഫിലിപ്പ് എന്ന് പറയുന്നവൻ നല്ല കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് സന്തോഷകരമായി ജീവിക്കുന്നവൻ, അവന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു കേസ് ആരോ ചാർത്തി കൊടുത്തതാണ്. ഇതൊക്കെയല്ലേ നമ്മൾ കരുതുന്നത്. നമ്മൾ അറിയുന്നില്ലല്ലോ ഇത് ഇയാളുടെ ഈ ഇയാളുടെ ഉള്ളിൽ ഒരു കഴുകനുണ്ട് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ ആ കഴുകനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ശരിക്കും പറഞ്ഞ് ഈ ഭാര്യ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിപ്പ് സംസാരിക്കുമ്പോൾ ഈ ഒരു സ്ത്രീ, അതായത് ഇവരിങ്ങനെ ഒരു നോട്ടം നോക്കാറുണ്ട്. എങ്ങനെ അറിയാം, ഇങ്ങനെ ഒരു നോട്ടം നോക്കാറുണ്ട്. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു. അതായത് ആ നോട്ടം ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അമ്പട കള്ള സണ്ണി കുട്ട എന്ന് പറയുന്ന അതേ നോട്ടം തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ, നീ ഇങ്ങനെ അഭിനയിച്ച് തകർത്തോ, നിൻ്റെ അഭിനയം ഒരിക്കലും ഞാൻ പുറത്തു വിടും എന്നുള്ള തരത്തിൽ ഇപ്പോഴും നിങ്ങൾ നോക്കിക്കോ. വെറുതെ അല്ല ഒരു ഭാര്യ എന്ന് നിങ്ങൾ നെറ്റിൽ വെറുതെ അടിച്ചു നോക്കുക. എന്നിട്ട് ഈ സ്ത്രീൻ്റെ പേര് അടിച്ചു പോയി കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഒരു നോട്ടം നോക്കാണ്ട് നമ്മളെ ഫിലിപ്പ് സംസാരിക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ, അന്ന് മുതൽ ഈ സ്ത്രീക്കറിയാം. അപ്പോൾ ഇവർക്കെല്ലാം അറിഞ്ഞിട്ടും ഇവരെന്തുകൊണ്ടാണ് ഇത് പൊതുജനങ്ങളോട് തുറന്നു പറയാഞ്ഞത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ, ഇയാളുടെ കൂടെ നടക്കുന്ന പലർക്കും ഇതറിയാം. എന്തുകൊണ്ടാണ് ഇവന്മാർ ആരും ആരോടും തുറന്നു പറയാഞ്ഞത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഈ ചേച്ചി അന്ന് 2000 പോകുമ്പോൾ ഈ ഫിലിപ്പ് എന്ന് പറയുന്നവനില്ലേ ജോലിയൊക്കെ ഒഴിവാക്കി, ഗവൺമെൻറ് ജോലിയാന്ന്, 80-85 രൂപ സാലറി കിട്ടുന്ന പണിയാന്ന്. ആ പണിയും ഒഴിവാക്കിയിട്ടാണ് ഫിലിപ്പ് വെറുതെ ഇരിക്കുന്നത്. ഇത് കണ്ടപ്പോഴേ നമ്മളെ ചേച്ചിക്ക് തോന്നി ഇനി ഇവനെ കൊണ്ടൊരു യാതൊരു ഗുണവും ഇല്ലാന്ന്. അങ്ങനെയാണ് ഈ ചേച്ചി ഡിവോഴ്സ് വാങ്ങിച്ച് എങ്ങനെയോ രക്ഷപ്പെട്ടത്. പക്ഷേ ഇപ്പോഴും നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചായൻ നല്ലോണം സമ്പാദിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, വിദേശത്തൊക്കെ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ 2-3 ആ വാങ്ങിക്കുന്നത്. അപ്പം അങ്ങനെ നല്ല പൈസയും കാര്യങ്ങളൊക്കെ അച്ചായൻ്റെ കയ്യിൽ വന്നപ്പോൾ ഈ സ്ത്രീക്കൊരു മോഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇങ്ങോട്ട് ചാടിയാലോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, അവർ ഡിവോഴ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതോ ഇതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷേ ഒരാളുടെ കൂടെ താമസിക്കുമ്പോൾ, ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള രീതിയിൽ ഒരാളുടെ കൂടെ താമസിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നോക്കണം. അതായത് അവരുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വരാം,
അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വരാം. പക്ഷേ ഈ കളഞ്ഞേച്ചു പോയ ഈ വേട്ടാവളിയൻ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ഓടി വന്നിട്ട് ഈ പച്ച നുണ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് എന്തിനാണ്? ആ ഒരു മനുഷ്യനെ അപമാനിക്കാനല്ലേ? ആ ഒരു പശു വളർത്തുന്ന ആ ഒരു പാവം മനുഷ്യനെ, ആ ഒരു കർഷകനെ അപമാനിക്കാനല്ലേ ഇവർ ചെയ്തിരിക്കുന്നത്? അവർ കൃത്യമായിട്ട് അപമാനിക്കുകയല്ലേ ചെയ്തത്? നാട്ടുകാർക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇനി മുഖം കുനിച്ച് നിൽക്കേണ്ടി വരും ആ പാവത്തിന്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എടോ, നീ ഇത്രയും നാൾ ഭക്ഷണം കൊടുത്തു, അതിനെ പോയിട്ട് ഒരു നന്ദിയും കാണിച്ചില്ലല്ലോ എന്ന് അയാളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും ചോദിച്ചാൽ അതെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ് ഈ സ്ത്രീ ചെയ്തത്. ഒരാൾ പോലും ഇമാതിരി ദ്രോഹം ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിന്ന് വിട്ടുപോയി, നിങ്ങളുടെ അടുത്ത് നിന്ന് ഇതായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അല്ലാതെ എന്ന് പറയുന്നത് ഇത് സിനിമയൊന്നും അല്ല. മറ്റേ എന്താ പറയേണ്ടത്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാകും എന്നൊക്കെ പറയാൻ വേറെ ആളെ കൂടെ പോയതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണമായിരുന്നു, അത് കല്യാണമൊന്നും കഴിക്കാതെ വേറെ വീടെടുത്ത് താമസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊക്കെ വരാം. അല്ലാതെ ഒരാളുടെ കൂടെ താമസിക്കുമ്പോൾ അയാൾ ഒരിക്കലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇമാതിരി നാണം കെട്ട പരിപാടിക്ക് പോയിട്ട് നീ ഒന്ന് രക്ഷിച്ചു കൊണ്ടാ എന്നൊന്നും ഒരാൾ പോലും പറയില്ല. ഒരു മനസാക്ഷിയുള്ളവനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു അഭിമാനമുള്ള ഒരാളും പറയില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ സ്ത്രീയോട് നമുക്ക് ഇത്രയും വിരോധം വന്നത്. കാരണം എന്താ വെച്ചാൽ ഇവർ ആ ഒരു പാവത്തിനെ പറ്റിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ ഇവിടെ പച്ച നുണ പറഞ്ഞു. ഞങ്ങൾ 23 വർഷമായിട്ട് ഒന്നിച്ചുണ്ട്, ഫിലിപ്പിൻ്റെ കുടുംബം ഇതുണ്ട്. ആ ഭർത്താനത്തിൽ തന്നെ നുണയുണ്ടോ? ആ പിന്നെ എന്താ പറയുക, കണ്ണിൽ തന്നെ എന്ന് പറഞ്ഞാൽ പച്ച നുണയുണ്ട്. എങ്ങനെയാണോ ഇങ്ങനെ വഞ്ചിക്കാൻ തോന്നുന്നത്? അത് മാത്രമല്ല, ആ ചാനലുകാരൻ്റെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഓന് കേട്ടവാതി കേൾക്കാത്ത വാതി പോയിട്ട് ഈ വീഡിയോ എടുത്തത് അവനെങ്ങും കുറച്ചൊരു ഇത് വേണ്ടേ? ഏതായാലും അവനും കൂടി പെട്ടിരിക്കുകയെന്ന് ഇപ്പോഴെന്നേ എനിക്ക് പറയാനുള്ളൂ. അമ്മാതിരി തോന്നിയ വാസമാണ് ഇവരെല്ലാം പറഞ്ഞ് അവിടുന്ന് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയും ശരിക്കും പറഞ്ഞാൽ തുല്യ കുറ്റക്കാരി തന്നെയാണ്. ഒരുപക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇവൻ പിന്നെ മറ്റേയാളെ വീട്ടിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പൈസ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്. ഒരുപാട് പണം തരാം, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മരുന്നെന്തോ കൊണ്ടുപോയിട്ട് ഞാൻ ഇതിപ്പോൾ കുടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലും ഇവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. ആലോചിക്കണം നിങ്ങൾ, എത്രമാത്രം ക്രൂരനായ ഒരുത്തനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇവനെയാണ് നമ്മളെല്ലാവരും മാമ്പാട് സാറ് എന്ന് പറഞ്ഞിട്ട് ബഹുമാനിച്ച് ഇയാളുടെ ആ ഒരു പ്രസംഗമെല്ലാം കേട്ട് ഈ ഒരു കവലച്ചട്ടമ്പി എന്ന് പറയുന്നവൻ്റെ അത് ആലോചിച്ച് നോക്കുങ്ങൾ. എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണിവൻ. അപ്പോൾ ഇവനിങ്ങനെ വളരാൻ വിട്ട് കഴിഞ്ഞാൽ ഇവൻ എത്ര കുടുംബം തകർക്കുമായിരുന്നു. ഏതായാലും എന്തോ ഭാഗ്യത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും ഇവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതില്ലെങ്കിലേ ഒരുപാട് കുടുംബങ്ങൾ തകർന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമുക്ക് പിടികിട്ടുക. അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള അവന്മാരെ നമ്മളെപ്പോഴും തിരിച്ചറിയണം കേട്ടോ. നിങ്ങൾ ആരും അറിയാതെയൊന്നും അല്ലെങ്കിൽ എന്താണെന്ന് അറിയാതെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ അങ്ങ് പോയി ചേരും. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യാനേ. ഒന്ന് ഹൈപ്പ് ചെയ്യുക. ബൈ ബൈ.